പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാറിന്റെ അറസ്റ്റിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി ആം ആദ്മി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. എ.പി നേതാക്കൾ കൂട്ടമായി ബി.ജെ.പി ആസ്ഥാനത്ത് എത്താമെന്നും ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നും കെജ്രിവാൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. लगता है कि आप आम आदमी पार्टी के नेताओं को जेल में डाल के आम आदमी पार्टी को क्रश कर दोगे. ऐसे आम आदमी पार्टी क्रश नहीं होने वाली. आप एक बार डाल के देख लो. आम आदमी पार्टी एक विचार है जो पूरे देश के अंदर लोगों के दिल में चला गया है. जितने आप आम आदमी पार्टी के नेताओं को डालोगे जेल में, उससे 100 गुना नेता ये देश पैदा करेगा. कल 12 बजे मैं अपने सभी नेताओं के साथ बीजेपी हेडक्वार्टर आ रहा हूं, जिसको आपको जेल. എ.പി. സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ബിഭവ് കുമാർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ജയിൽ മോചിതനായി ഇന്ത്യ മുന്നണിക്കാകെ തന്നെ വലിയ ആവേശം പകർന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിലടക്കം. അവിടെയാണ് ഈ സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉയരുന്നത്. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണോ അരവിന്ദ് കെജ്രിവാൾ? ഗോകുൽ, സ്വാതി മലിവാളിന്റെ വിഷയം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ആദ്യഘട്ടത്തിൽ നൽകിയിട്ടില്ല. പക്ഷേ ഇന്നലെ മുതലാണ് ആം ആദ്മി വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിൽ യാതൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ബി.ജെ.പി ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതിൽ പ്രതികരിക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ 5 മണിക്ക് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആം ആദ്മി പാർട്ടി നേതാക്കളെ ബി.ജെ.പി വേട്ടയാടുകയാണ്, പ്രധാനമന്ത്രി വേട്ടയാടുകയാണ്, തന്നെ വേട്ടയാടി, അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയ, സത്യേന്ദർ ജെയിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സഞ്ജിത് സിംഗ് എന്നിവരെല്ലാം തന്നെ വേട്ടയാടി ജയിലിലടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ മറ്റ് പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ നേതാക്കളെ അടക്കം ഇപ്പോൾ വേട്ടയാടുന്നൊരു നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. നാളെ ആം ആദ്മി പാർട്ടി എം.പിമാരും എം.എൽ.എമാരും അതോടൊപ്പം തന്നെ താനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ബി.ജെ.പി ആസ്ഥാനത്തേക്ക് 12 മണിയോട് എത്താം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നൊരു വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതൃത്വമുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്വാതി മലയാള വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധം തീർത്തുകൊണ്ട് എന്തായാലും രംഗത്തിപ്പോൾ ആം ആദ്മി പാർട്ടിയുണ്ട്. ഇന്നലെ തന്നെ ചില ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടു, ഇന്നും കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാതി മലിവാൾ ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാതി മലിവാൾ ബി.ജെ.പിയുടെ ഏജന്റാണെന്നൊരു വിമർശനവും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു രാഷ്ട്രീയമായ ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടി നീങ്ങുന്നത്. നമുക്കറിയാം, ഈ മാസം 25-നാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ഈ വിഷയത്തിൽ ചേർത്തുകൊണ്ട് വലിയ ആരോപണം ബി.ജെ.പി ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടിയാണ് നാളത്തെ മാർച്ച് എന്നൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.